ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. ഇത് ഇന്ത്യയിലെ കോടതി ഒരൊറ്റ ആർട്ടിക്കിളിനെ വികസിപ്പിച്ച് ഒരു വലിയ അവകാശത്തിൻ്റെ വലിയൊരു ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചോദ്യം വരാറുണ്ട് പലപ്പോഴും. ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ എങ്ങനെയാണ് നമ്മുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി ഉയർത്തി വികസിപ്പിച്ച് വലുതാക്കിയത് എന്ന ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതമോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കരുത് എന്ന് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. അത് ദശാബ്ദങ്ങളായി നമ്മുടെ പരമോന്നത കോടതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21 സുപ്രീം കോടതി വികസിപ്പിച്ചെടുത്ത നിലവിലെ അവകാശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ കേസുകളിലും സുപ്രീം കോടതി ഈ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ വികസിപ്പിക്കും. പല കേസുകളും വരും. ആ കേസുകളിൽ പലപ്പോഴായിട്ടും മനുഷ്യർ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡൽഹിയിലെ മനുഷ്യർ അവർക്ക് ശുദ്ധവായു കിട്ടാഞ്ഞപ്പോൾ, അവർക്ക് ശുദ്ധവായു കിട്ടുന്നില്ല, ഈ മാലിന്യങ്ങൾ നിറഞ്ഞ വായുവാണ് വരുന്നത്. അപ്പോൾ കോടതിയിൽ ഒരു കേസ് വന്നു. കോടതി പറഞ്ഞത് അവിടെയുള്ള ജനങ്ങൾക്ക് ശുദ്ധവായു കിട്ടുക എന്നത് എന്തിൻ്റെ ഭാഗമാണ്? ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഗമാണ്. ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അപ്പോൾ അത് മൗലിക അവകാശമാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് നൽകേണ്ടതാണ് എന്ന് ആർട്ടിക്കിൾ 21 വികസിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 21 എന്ന് പറയുന്ന ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിനെ വളരെ വിശാലമായ അർത്ഥത്തിലാണ്, അതിലേക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ത്യൻ സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത കോടതി കയറ്റിവെച്ചത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ, അത് ഏതൊക്കെ കാര്യമാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 21 കൊണ്ടുവന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കുന്നത്. പലതും ഉണ്ട്. ഇപ്പോൾ പല ഉദാഹരണമുണ്ട്. ഇപ്പോൾ മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, ഇത് ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് സുപ്രീം കോടതി ഉൾപ്പെടുത്തി. മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, ഇത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. മറ്റൊന്ന്, മലിനീകരണമില്ലാത്ത വെള്ളവും വായുവും മാന്യമായ അന്തരീക്ഷമുള്ള അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരും എന്നാണ് കോടതി കണ്ടെത്തിയത്. മറ്റൊന്ന്, അപകടകരമായ വ്യവസായങ്ങൾക്കെതിരെ ഒരു വ്യവസായം കൊണ്ടുവരുന്നു, ആ വ്യവസായം അവിടെയുള്ള പൊതുജനങ്ങൾക്കെല്ലാം ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ പേഴ്സണൽ ലിബർട്ടിയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഹനിക്കപ്പെടും എന്ന് കോടതി കണ്ടെത്തി. അതുപോലെ ഉപജീവനത്തിനുള്ള അവകാശം, ഒരാൾക്ക് ഉപജീവന മാർഗം തേടാൻ അവകാശമുണ്ട്. അത് വെറും അവകാശമല്ല, അത് ആർട്ടിക്കിൾ 21 അവകാശമാണെന്ന് കോടതി കണ്ടെത്തി. മറ്റൊന്ന്, സ്വകാര്യതയ്ക്കുള്ള അവകാശം. ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വകാര്യതയുണ്ട്, അത് മറ്റുള്ളവർ കടന്നു ചെല്ലാൻ പാടില്ല. അത് ആർട്ടിക്കിൾ 21 ഭരണഘടന ഉൾപ്പെടുത്തിയത്. സ്വകാര്യത എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. മറ്റൊന്ന്, പാർപ്പിടത്തിനുള്ള അവകാശം, അതുപോലെ ആരോഗ്യത്തിനുള്ള അവകാശം. ഇതൊക്കെ, അതേപോലെ 14 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം, ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം, വേഗത്തിലുള്ള വിചാരണക്കുള്ള അവകാശം, മനുഷ്യത്വരഹിതമായി പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, വിദേശയാത്രക്കുള്ള അവകാശം, അടിമവേലയ്ക്കെതിരെയുള്ള അവകാശം, കസ്റ്റഡി പീഡനത്തിനെതിരെയുള്ള അവകാശം, അടിയന്തര വൈദ്യസഹായത്തിനുള്ള അവകാശം, സർക്കാർ ആശുപത്രിയിൽ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാനുള്ള അവകാശം, ന്യായമായ വിചാരണക്കുള്ള അവകാശം, ജീവിതാവശ്യങ്ങൾക്കുള്ള തടവുകാരന്റെ അവകാശം, സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം, വിവരാവകാശം, ശിക്ഷാവിധിയിൽ നിന്ന് അപ്പീൽ ചെയ്യാനുള്ള അവകാശം, സാമൂഹ്യ സുരക്ഷയ്ക്കും കുടുംബത്തിന്റെ സംരക്ഷണത്തിനുമുള്ള അവകാശം, സാമൂഹികവും സാമ്പത്തികവും നീതിക്കും ശാക്തീകരണത്തിനുമുള്ള അവകാശം, ഉചിതമായ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കുള്ള അവകാശം, ഉറങ്ങാനുള്ള അവകാശം, വൈദ്യുതിക്കുള്ള അവകാശം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിലേക്ക്
ഉൾപ്പെടുത്തി എന്നതാണ് ഇന്ത്യൻ കോടതി ഈ മൗലികാവകാശങ്ങളിൽ, മനുഷ്യാവകാശങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ കൃത്യസമയത്ത് ചികിത്സ നൽകുക എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. അതുപോലെ അടിയന്തരമായിട്ട് വൈദ്യസഹായം ഒരാൾക്ക് എത്തിക്കുക എന്നുള്ളതും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിലുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ വികസിപ്പിക്കുകയാണ് ഇന്ത്യയിലെ കോടതി ചെയ്തത്. ഇതും ചോദ്യം വന്ന ഏരിയയാണ്.